എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ദോശയുടെ റെസിപ്പി ആട്ടോ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ദോശ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ തന്നെ അതേ കപ്പിനെ തന്നെ 1/2 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചരി. പിന്നെ 1/2 കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് വന്നിട്ട് ഒരു നല്ല വെള്ളം ഇട്ടിട്ട് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കാം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ചെറുപയറൊക്കെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച അതേ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ആ വെള്ളവും ചെറുപയറും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കുതിർത്ത അവലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരണം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കൈയൊക്കെ നന്നായി കഴുകിയിട്ട് കൈ കൊണ്ട് ഇളക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. രാവിലെ നോക്കുമ്പോൾ നല്ല ഫെർമെൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ദോശമാവ് പൊങ്ങുന്നത് പോലെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിന് ദോശ ചുട്ടെടുക്കാം. ഒരു പാനിലേക്ക് ദോശ തവയിലേക്ക് 1 തവി മാവ് ഒഴിച്ച് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇതിനെ നമുക്ക് അരിദോശ ചെയ്യുന്നത് പോലെ തന്നെ നല്ല നൈസായിട്ട് ഇത് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നെയ്യൊക്കെ അതിലേക്ക് തടവിയിട്ട്, കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യൊക്കെ തടവിയിട്ട് ഒന്ന് നല്ല മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ആയിട്ടുണ്ട്. മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം. ഞാനിപ്പോൾ മറിച്ചിടുന്നില്ല. നല്ലതുപോലെ ദോശ നന്നായിട്ട് നെയ് റോസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അരിയും കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ദോശയുടെ റെസിപ്പി. ഇത് ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.